ഇലോൺ മാസ്കിനെ വരെ ഞെട്ടിച്ചുകൊണ്ട് ഗൂഗിൾ അവരുടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പായ വില്ലോ ചിപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഇത്ര പ്രാധാന്യം എന്ന് നോക്കിയാൽ, നമ്മളെക്കാളും കൂടുതൽ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നത് ഇലോൺ മാസ്കിനെ പോലെ അല്ലെങ്കിൽ US, റഷ്യ, ചൈന പോലുള്ള കൺട്രീസ് ആണ്. അത് എന്തുകൊണ്ടാണ് അവർ ഇതിന് ഇത്രത്തോളം പ്രാധാന്യം നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ വേൾഡിൽ കാണുന്ന ഏറ്റവും വലിയ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റുന്നതിലും 10 മടങ്ങ് കമ്പ്യൂട്ടേഷണൽ ടാസ്ക് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ടെക്നോളജി ആദ്യം കൈകളിലേക്ക് എത്തുന്നവർ സൂപ്പർ പവർഫുൾ ആയി മാറുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് വേൾഡിലെ പല കൺട്രീസും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് മില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ഇവരെക്കാളൊക്കെ ഉപരി ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നവർ വേറൊരു കൂട്ടരുണ്ട്, അവരാണ് ഹാക്കേഴ്സ്. എന്തുകൊണ്ടാണ് ഹാക്കേഴ്സ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, സ്റ്റോർ നൗ ഡിക്രിപ്റ്റ് ലേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ്സ് ഹാക്കേഴ്സ് ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇപ്പോഴുള്ള IT സെക്യൂരിറ്റി പ്രകാരം ഏറ്റവും കൂടുതൽ ഇൻഫർമേഷൻസ് എല്ലാം നമ്മൾ ഇന്റർനെറ്റിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന മോസ്റ്റ്ലി എല്ലാ ഇൻഫർമേഷനും എൻക്രിപ്റ്റഡ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവൻ ഒരു ഹാക്കർ അറ്റാക്ക് ചെയ്താലും അവർക്ക് ഈ ഡേറ്റ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻക്രിപ്റ്റഡ് ഫോർമാറ്റിലായിരിക്കും. അത് ഡിക്രിപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പവർ ഉള്ള ടെക്നോളജീസ് വേണ്ടി വരും. അപ്പോൾ അത് പ്രസന്റ്ലി അവൈലബിൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഹാക്കേഴ്സിന് ഈ പറഞ്ഞ ഇൻഫർമേഷൻസ് ഒക്കെ വെറുതെ കീപ്പ് ചെയ്യാൻ മാത്രമേ പറ്റത്തുള്ളൂ. അതിലുള്ള ഇൻഫർമേഷൻസ് എന്താണെന്ന് അവർക്ക് ഇതുവരെ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഹാക്കേഴ്സ് ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഹാക്ക് ചെയ്യപ്പെട്ട ഡേറ്റാസിനെ എല്ലാം അവർ സ്റ്റോർ ചെയ്ത് വെക്കും. അവർ ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, വരുന്ന 10-20 വർഷത്തിനുള്ളിൽ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോസിബിൾ ആകുമെന്നും ഹാക്ക് ചെയ്യപ്പെട്ട ഡേറ്റാസിനെ എല്ലാം ഡിക്രിപ്റ്റ് ചെയ്ത് അതിലുള്ള സീക്രട്ട് ഇൻഫർമേഷൻ എല്ലാം മനസ്സിലാക്കാനും പറ്റും. അതിൻ്റെ അകത്ത് ഗവൺമെന്റ് സീക്രട്സ്, അതേപോലെ ബാങ്കിങ്ങിന്റെ ക്രെഡൻഷ്യൽസ്, നമ്മുടെ പേഴ്സണൽ മെസ്സേജസ്, ഇങ്ങനെ ഹാക്ക് ചെയ്യപ്പെട്ട ഡേറ്റ ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആരുടെ കൈകളിൽ ഈ ടെക്നോളജി എത്തുന്നോ അവർക്ക് വളരെ ആക്സസിബിൾ ആയിട്ട് ഈ സീക്രട്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് പല കൺട്രീസും ഈ ടെക്നോളജി ഇതിനെ ഭയപ്പെടുന്നത്. ബട്ട് സ്റ്റിൽ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞ ടെക്നോളജി ഹാക്കേഴ്സിന്റെ കയ്യിലോ അല്ലെങ്കിൽ ചൈന പോലുള്ള അൺഓതറൈസ്ഡ് ആയിട്ടുള്ള കൺട്രീസിന്റെ ഒക്കെ കയ്യിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് വേൾഡിൽ ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന വരുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി, സിമെട്രിക് ആയിക്കോട്ടെ അസിമെട്രിക് ആയിട്ടുള്ള എൻക്രിപ്റ്റൻ ടെക്നോളജീസിനെയൊക്കെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ റീസെന്റ് ലോഞ്ച് ചെയ്ത വില്ലോ ചിപ്പ് സോൾവ് ചെയ്ത പ്രോബ്ലം മാത്രം കൺസിഡർ ചെയ്താൽ മതി. RCS ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ് അവർ കൺസിഡർ ചെയ്തിരുന്ന വേൾഡിലെ തന്നെ ഏറ്റവും ഹാർഡ് ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്തുകൊണ്ടാണ് ഗൂഗിളിന്റെ വില്ലോ ചിപ്പ് മുന്നോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴുള്ള ഒരു ട്രഡീഷണൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ ഏകദേശം 10 സെറ്റിലിയൻ ഇയേഴ്സ് വേണ്ടി വരും. അത് നമ്മുടെ പ്രപഞ്ചോൽപത്തിയേക്കാൾ വലുതായിരിക്കും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ. അപ്പോൾ തന്നെ നമുക്ക് ഈ ക്വാണ്ടം ചിപ്പിന്റെ ഒരു പവർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇനി എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് നോക്കാം. അപ്പോൾ നമ്മളുടെ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത്, നമ്മുടെ കമ്പ്യൂട്ടേഴ്സ് മാത്രമല്ല നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ ഡിവൈസസും ഓപ്പറേറ്റ് ചെയ്യുന്നത് 0-1 എന്ന് പറഞ്ഞ ബിറ്റ് ഫോർമാറ്റിലാണ്. അപ്പോൾ കമ്പ്യൂട്ടേഴ്സിന് മനസ്സിലാകുന്ന ലാംഗ്വേജസും ബൈനറി ലാംഗ്വേജസ് ആണ്. അപ്പോൾ ഈ ബൈനറി ലാംഗ്വേജസിൽ 0 അല്ലെങ്കിൽ 1. അപ്പോൾ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലം എന്ത് കൊടുത്താലും കമ്പ്യൂട്ടേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് 1 by 1 ആയിട്ട് മാത്രമേ നമ്മുടെ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിന് അത് സോൾവ് ചെയ്യാൻ പറ്റും. 0 then 1 സീരിയസ് ആയിട്ടാണ് മാത്തമാറ്റിക് പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 0-1 എന്ന് പറഞ്ഞ 2 ബൈറ്റ്സിന് സോൾവ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പ്രോബ്ലംസ് എന്ന് പറയുന്നത് 0-1, 0-0, 1-0, 1-1. ഈ പറഞ്ഞ 4 കോമ്പിനേഷനിലുള്ള പ്രോബ്ലംസ് ആയിരിക്കും സോൾവ് ചെയ്യാൻ പറ്റുക. അത് 1 by 1 ആയിട്ട് മാത്രമായിരിക്കും ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിന് സോൾവ് ചെയ്യാൻ പറ്റും. ബട്ട് എന്തുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ഇത്ര വാല്യുബിൾ ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലെ സൂപ്പർ പൊസിഷൻ എന്ന് പറഞ്ഞൊരു ടെക്നോളജി യൂസ് ചെയ്തിട്ട് ക്വാണ്ടം ബിറ്റ്സ് അഥവാ ക്യൂബിറ്റ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്യൂബിറ്റ്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 0-1 എന്ന് പറഞ്ഞ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റിൽ ക്യൂബിറ്റ്സിന് സ്റ്റേ ചെയ്യാൻ പറ്റും. വിച്ച് മീൻസ് നമ്മളൊരു കോയിൻ എടുത്ത് ഫ്ലിപ്പ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഹെഡ് ഓർ ടെയിൽ വരും. അപ്പോൾ ഈ പറഞ്ഞ ഹെഡ് ഓർ ടെയിൽ എന്നുള്ള ഓപ്ഷന് നമ്മുടെ ട്രഡീഷണൽ കമ്പ്യൂട്ടർ സിസ്റ്റമായിട്ട് കമ്പയർ ചെയ്യാം. ബട്ട് സ്റ്റിൽ നമ്മൾ കോയിൻ ഫ്ലിപ്പ് ചെയ്യുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യുന്ന പൊസിഷൻസിൽ അതിന് 1-0 എന്ന് പറഞ്ഞ 2 ഹെഡ് ഓർ ടെയിൽ എന്നുള്ള 2 പൊസിഷൻസും ഒരേ സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ സ്റ്റേറ്റിനെയാണ് നമ്മൾ ക്യൂബിറ്റ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ഇത്ര ഡിഫിക്കൽട്ടായി നിലനിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്യൂബിറ്റ്സിന്റെ സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൽട്ടാണ്. അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്യൂബിറ്റ്സിന് നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ വളരെ നോയ്സ് ഫ്രീ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ വേണം. അത് കൂടാതെ തന്നെ വേൾഡിലെ തന്നെ
ഏറ്റവും -°C ആയ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്ന -273°C ഉണ്ടെങ്കിൽ മാത്രമേ ക്യൂബിറ്റ്സിന് എറർ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ക്യൂബിറ്റ്സിനെ ആ സ്റ്റേറ്റിലേക്ക് നിലനിർത്താൻ വളരെ ഡിഫിക്കൽട്ട് ആയതുകൊണ്ടാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് ഈ ഒരു സ്ട്രക്ചർ തന്നെ വന്നിട്ടുള്ളത്. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ അകത്തിരിക്കുന്ന ഈ ചിപ്പ് വളരെ ചെറുതാണെങ്കിലും ഇതിന്റെ ഈ സ്ട്രക്ചർ വരാനുള്ള കാരണം നമുക്ക് അബ്സല്യൂട്ട് സീറോ ആയ -273°C അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹീലിയം കടത്തി വിട്ടിട്ടാണ് ഈ പറഞ്ഞ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സിലെ തന്നെ ഏറ്റവും മൈനസ് ആയിട്ടുള്ള °C ക്യൂബിറ്റ്സ് വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലുള്ള ഏറ്റവും വലിയൊരു ഇഷ്യൂ ആയിരുന്നു അതിൻ്റെ അകത്തുള്ള എറർ കറക്ഷൻസ്. ഈ ക്യൂബിറ്റ്സിന് എന്തെങ്കിലും നോയ്സോ അല്ലെങ്കിൽ അതിന്റെ ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻസ് ഇതിന്റെ ഔട്ട്പുട്ട്സിനെ ബാധിക്കും. ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ പവേഴ്സ് എന്ന് പറയുന്നത് അതിന്റെ ക്യൂബിറ്റ്സ് ആണ്. എത്രത്തോളം ക്യൂബിറ്റ്സ് നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം പവർഫുൾ ആയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് ചിപ്സ് വർക്ക് ചെയ്യും. ഇപ്പോൾ ഗൂഗിൾ ലോഞ്ച് ചെയ്തതിൻ്റെ അകത്ത് വെറും 105 ക്യൂബിറ്റ്സ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇതിൻ്റെ അകത്തേക്ക് ക്യൂബിറ്റ്സിനെ ആഡ് ഓൺ ചെയ്യാൻ പറ്റും. പുതിയ ക്യൂബിറ്റ്സിനെ ക്വാണ്ടം ചിപ്പിലേക്ക് ആഡ് ചെയ്യുന്ന സമയത്താണ് ഇതിന്റെ എറർ കറക്ഷൻസിലുള്ള വേരിയേഷൻ വരികയും അതിനെ ഫിക്സ് ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷേ ഗൂഗിൾ ഈ പറഞ്ഞ പ്രോബ്ലംസിനെ എല്ലാം സോൾവ് ചെയ്തിട്ടാണ് വില്ലോ ചിപ്പിനെ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. എങ്ങനെയാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജീസിനെ എഫക്ട് ചെയ്യാൻ പോകുന്നത്? അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിലനിൽക്കുന്ന വേൾഡിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടെക്നോളജിയാണ് ക്രിപ്റ്റോഗ്രഫി. അതിൻ്റെ അകത്ത് ഹാഷിംഗ് എന്ന് പറഞ്ഞ എൻക്രിപ്ഷൻ സിസ്റ്റം യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. വിച്ച് മീൻസ് ഒരു ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്ത് അതിൻ്റെ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് ഹൈലി പവർഫുൾ ആയിട്ടുള്ള മൈനിങ് കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ആവശ്യമാണ്. അപ്പോൾ അത് ഹാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലും പവർഫുൾ ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സും സെയിം ടൈം മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിലെ ഹാഷിങ്ങിനെ ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഒക്കെ വേണം. അതിപ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന് പോലും കേപ്പബിൾ അല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ ക്രിപ്റ്റോഗ്രഫി അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വളരെ സെക്യൂർ ആണ്. പക്ഷേ വെൻ ഇറ്റ്സ് കം ടു ദ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്സിന് ഈസി ആയിട്ട് ഈ പറഞ്ഞ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ പറ്റും. ബിറ്റ്സ് സോൾവ് ചെയ്യുന്ന മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഹ്യൂജ് ആണ്. വളരെ വർഷങ്ങൾ വേണ്ടി വരുന്ന ഒരു പ്രോബ്ലത്തിനെ വെറുതെ 5 മിനിറ്റ് കൊണ്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലും കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലത്തിനെ ഇതിൻ്റെ അകത്തേക്ക് മോർ ക്യൂബിറ്റ്സിനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫ്യൂച്ചറിലേക്ക് ക്രിപ്റ്റോഗ്രഫിക്കൊക്കെ ഉള്ള ഒരു ത്രെഡ്സ് എന്നുള്ള രീതിയിലേക്ക് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വരും. പക്ഷേ ഇതിനുള്ള ആകെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടം റിലേറ്റഡ് എൻക്രിപ്ഷൻസ് കൊണ്ടുവരികയും അതിലും വലിയ സെക്യൂർ ലെയർ ബിൽഡ് ചെയ്യുക, നമ്മുടെ IT സെക്യൂരിറ്റീസിനെയൊക്കെ റീഡിഫൈൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാവരുടെയും കണ്ണുകൾ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലേക്ക് വരുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇന്റർ പ്ലാനറ്റ് എക്സ്പ്ലോറേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് വേറൊരു പ്ലാനറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ പ്രോബ്ലം സോൾവിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഈ പറഞ്ഞ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്സ് യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് സുന്ദർ പിച്ചെ ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്പിന്റെ അനൗൺസ്മെന്റ് ചെയ്ത ട്വിറ്റിന്റെ അകത്ത് ഇലോൺ മാസ്ക് വന്ന് കമന്റ് ചെയ്തിരിക്കുന്നത്. ഇലോൺ മാസ്കിനെ പോലെയുള്ള ഒരാൾ വാവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഈ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. എൻവിഡിയയ്ക്ക് ഒരു ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ട് ഗൂഗിളിന്റെ ക്വാണ്ടം ചിപ്സ് ഫ്യൂച്ചറിൽ വരാൻ ചാൻസസ് ഉണ്ട്. വിച്ച് മീൻസ് ഇപ്പോൾ യൂസ് ചെയ്യുന്ന പല സൂപ്പർ കമ്പ്യൂട്ടേഴ്സിനെയും റീപ്ലേസ് ചെയ്യാൻ ഈ ക്വാണ്ടം ചിപ്സിന് പറ്റും. പക്ഷേ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സിന് നമ്മുടെ ലാപ്ടോപ്പ് ആയിക്കോട്ടെ, മൊബൈൽ പറഞ്ഞ ഡിവൈസുകളിലൊന്നും നിയർ ഫ്യൂച്ചർ ഒരിക്കലും ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ടെക്നോളജി ആപ്ലിക്കബിൾ അല്ല. ഇതൊരു ലാർജ് സ്കെയിലിൽ മാത്രമാണ് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് പോസിബിൾ ആയിട്ടുള്ളത്. ഹെൽത്ത് കെയർ, അതേപോലെ തന്നെ പുതിയ തരം ബാറ്ററികളുടെ ഇൻവെൻഷൻ, പിന്നെ AI ടെക്നോളജി. അപ്പം നമ്മുടെ ഇപ്പം നിങ്ങൾക്കറിയാം ChatGPT പോലുള്ള ലാർജ് ലാംഗ്വേജസ് മോഡൽസിനെയൊക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ചിപ്സ് ഉണ്ടെങ്കിൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ലെസ് എനർജി യൂസ് ചെയ്തുകൊണ്ട് ഈ കമ്പ്യൂട്ടേഷനിലെല്ലാം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ്. നിയർ ഫ്യൂച്ചറിലേക്ക് നമുക്ക് വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. ലാസ്റ്റ് ഇയർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിൽ ഈ ഇയർ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് ആണ്. ഈ പറഞ്ഞ ടെക്നോളജിക്കെല്ലാം ഹ്യൂമൻസിന്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് AI റിലേറ്റഡ് കണ്ടന്റ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്.